ഖജനപ്പാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തി. ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികളാണ് മൃതദേഹം കണ്ടത്. നായ്ക്കൾ കടിച്ചുവലിച്ച നിലയിൽ പകുതി ശരീരഭാഗമാണ് കണ്ടെത്തിയത്. രാഹുൽ വിജയൻ ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. രാഹുൽ, ഇത് എവിടെ നിന്നാണ് ഈ ശരീരഭാഗം കൃത്യമായി കണ്ടെത്തിയതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ടോ? എന്താണ് ഇതേക്കുറിച്ച് തൊഴിലാളികൾ പറയുന്നത്? പോലീസിന്റെ ഭാഷ്യം എന്താണ്? ഇത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഈ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഖജനാപ്പാറ അരമനപ്പാറയിലെ ഏലത്തോട്ടത്തിനുള്ളിലാണ് ഈ നവജാത ശിശുവിന്റെ മൃതദേഹം ഉണ്ടായിരുന്നെന്നുള്ളതാണ് മനസ്സിലാക്കാനും കഴിയുന്നത്. കുടിവെള്ള പൈപ്പ് ഇടുന്നതിന്റെ ഭാഗമായിട്ട് ജോലിക്കായി എത്തിയ തൊഴിലാളികളാണ് പാതി കടിച്ച, അതായത് നായ പാതി കടിച്ച നിലയിലുള്ള കുഞ്ഞിന്റെ മൃതദേഹം കാണുന്നത്. പിന്നീട് ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി പ്രാഥമികമായിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ ഈ കുഞ്ഞ് അവിടെ തന്നെയുള്ള ഒരു ജാർഖണ്ഡ് സ്വദേശികൾക്ക് ഒരാഴ്ച മുമ്പ് ജനിച്ചതാണെന്ന് മനസ്സിലായി. ഈ കുഞ്ഞ് ജനിച്ച ഉടൻ തന്നെ മരിച്ചു പോവുകയും തുടർന്ന് ഈ ജാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികൾ കുട്ടിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടി കുഴിച്ചിടുകയുമായിരുന്നു. എന്നാൽ ആ കുഴി തോണ്ടി നായ്ക്കൾ ആ മൃതദേഹം പുറത്തെടുക്കുകയാണ് ഉണ്ടായതെന്നാണ് പ്രാഥമികമായിട്ട് പോലീസ് കണക്കാക്കുന്നത്. എന്തായാലും ഈ ദമ്പതികളായിട്ടുള്ള രണ്ടുപേരെയും ജാർഖണ്ഡ് സ്വദേശികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വിശദമായി ചോദ്യം ചെയ്തു വരികയുമാണ്. എന്താണ് ഈ ജാർഖണ്ഡ് സ്വദേശികൾ പറയുന്നത്? ജാർഖണ്ഡ് സ്വദേശികൾ പറയുന്നത് ഈ കുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചു പോയിരുന്നു. മാത്രമല്ല ഇവരുടെ ഒരു രീതി അനുസരിച്ച്, ആചാരം അനുസരിച്ച് ജനിച്ച കുട്ടികളെ ഇങ്ങനെ മരിച്ചു പോവുകയാണെങ്കിൽ, ജനിക്കുന്ന ഉടൻ തന്നെ മരിച്ചു പോവുകയാണെങ്കിൽ അവരെ മറ്റാരെയും അറിയിക്കാതെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കുഴിച്ചിടുക എന്നുള്ളത് അവരുടെ ആചാരമാണ്, രീതിയാണ്. അതും ആരും അറിയാതെ മറവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ രീതി എന്നുള്ളത് പറയുന്നുണ്ട്. അതൊക്കെ എത്രത്തോളം വിശ്വസനീയമാണ്, ഏത് രീതിയിലാണ് ആചാരത്തെ കാണേണ്ടതെന്ന് അറിയില്ല. എങ്കിൽ കൂടിയും അത്തരമൊരു കാര്യമാണ് ഈ ദമ്പതികൾ പറഞ്ഞിട്ടുള്ളത്. ശരി രാഹുൽ, വ്യക്തമാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം വന്നിട്ടുണ്ട്, അതിലേക്ക്. വെള്ളം കുടിവെള്ളം എടുത്ത് വരதுக்காண்டி ஓசை வச்சுட்டு வரும்போது ஒரு ஈச்சடிக்கும் போது பாடி பார்க்கும்போது சரி நான் அருண்கிட்ட சொல்லிட்டு அருண் வந்து நம்பர்கிட்ட சொல்லி நம்பர் போலீஸுக்காரருக்கு പറഞ്ഞ് போலீஸுக்காரர் வந்தது. இதை கண்டு பார்த்துக்கிருக்கும் போது நாய் நாங்கள் பார்த்துக்கிட்டு கீழே ஜாயின் அடிக்கும் போது நாய் இழுத்து അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി പോட்டுச்சு. ഏലത്തോട്ടത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടക്കേണ്ടതുണ്ട്. അത് നടക്കട്ടെ.